വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പുകൾ നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. ഭൂമി സർക്കാരിന് ഏറ്റെടുക്കുമെന്നും കോടതി. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരും. എബി, വിശദാംശം. വയനാട് ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത്. സർക്കാരിന് വലിയ രീതിയിലുള്ള ആശ്വാസം കൂടി ഈ കോടതി വിധി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയും. വയനാട് പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു സർക്കാർ പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകമായി സ്ഥലം കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ എസ്റ്റേറ്റ് ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു എതിരഭിപ്രായം അറിയിച്ചതോടുകൂടി അത് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു. തുടർന്ന് ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിച്ച കോടതി എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭൂമി ഹർജിക്കാരുടേതല്ല എന്ന് തെളിഞ്ഞാൽ നൽകിയ പണം തിരികെ എടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഈ നഷ്ടപരിഹാരമായി കൊടുക്കുന്ന തുക അത് തിരിച്ചു വാങ്ങുന്നതിനുള്ള ഒരു നടപടി, അതും ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തായാലും നീങ്ങുന്നുണ്ട്. അതിന് സർക്കാരിന് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് കോടതിയെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് കോടതി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റ് ഉടമകളുടെ അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഈ ഉടമകൾ തന്നെയാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അവകാശ ബാധ്യതയുടെ ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം കൂടി നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും 150 ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി സർക്കാർ കണ്ടെത്തേണ്ടിയിരുന്നത്. ഈ സർക്കാർ സ്ഥലം കണ്ടെത്താൻ വൈകുന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിൽ നിയമ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയത്തെ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ടൗൺഷിപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അതിനുള്ള സ്ഥലം എവിടെ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും തന്നെ ഈ സ്ഥലം കണ്ടെത്താൻ കഴിയാതെ പോയത് തന്നെയാണ്, അല്ലെങ്കിൽ സ്ഥലത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല പോയത് തന്നെയാണ് ഈ വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതായത് നെടുമ്പാല എസ്റ്റേറ്റ് ഒപ്പം തന്നെ എസ്റ്റേറ്റ് ഈ എസ്റ്റേറ്റുകളുടെ ഉടമകളാണ് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമപ്രകാരം ഈ ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം കൃത്യമായി സർക്കാരിന് ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉള്ള നടപടികൾ, അതിനെ അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടികൾക്ക് സർക്കാരിന് ആ നടപടികൾ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എസ്റ്റേറ്റിന്റെ എസ്റ്റേറ്റ് ഉടമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആശ്വാസം സർക്കാരിന് ലഭിക്കുന്നു. ഒപ്പം തന്നെ വയനാട്ടിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തം അനുഭവിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടവരുടെ കരട് പട്ടികയൊക്കെ തയ്യാറാക്കിയിരുന്നു. അതിൽ ചില അപാകതകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അപാകതകളെല്ലാം തന്നെ പൂർത്തിയാക്കി അത് പരിഹരിച്ചുകൊണ്ട് ആ പട്ടിക പൂർത്തിയാക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 30-ാം തീയതിയോടുകൂടി പക്ഷേ ഈ കരട് പട്ടിക അതിന്റെ ഈ അപാകത പരിഹരിച്ചുകൊണ്ടുള്ള ആദ്യഘട്ടം പുറത്തിറക്കാൻ സാധിക്കും. അതിനുശേഷം ഒരു 15 ദിവസം, ഏതാണ്ട് ജനുവരി 15 രണ്ടാം ഘട്ട പട്ടികയും പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനമായും ഒരു വെല്ലുവിളിയായി തന്നെ ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നത്. അതിലിപ്പോൾ ഒരു പരിഹാരം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പുനരധിവാസ പദ്ധതി അല്ലെങ്കിൽ പുനരധിവാസ പരിപാടി വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് അതിന് ഏറ്റവും അവസാനമാണ് നെടുമ്പാല എസ്റ്റേറ്റിലെയും ഒപ്പം തന്നെ എസ്റ്റോൺ എസ്റ്റേറ്റിലെയും ഈ സ്ഥലം അത് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടങ്ങളാണ് എന്നുള്ളത് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ നിലയ്ക്ക് ഉള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ നിയമ പോരാട്ടവുമായി ഈ
ഇവർ അതായത് എസ്റ്റേറ്റ് ഉടമകൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനെല്ലാം ഇപ്പോൾ ഒരു പരിഹാരം വന്നിരിക്കുന്നു. കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമി ഹർജിക്കാരുടേതല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാരമായി നൽകുന്ന തുക അത് തിരിച്ചു പിടിക്കാൻ സർക്കാരിന് കഴിയും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതിനും കോടതി അനുമതി നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഈ ഘട്ടത്തിൽ ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഇനി ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. വളരെ വേഗം തന്നെ പുനരധിവാസ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്യും. ഹരിത.